കയ്യൊപ്പ്. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്നേഹവും കരുതലും നൽകുന്നതോടൊപ്പം മികച്ച ശിക്ഷണത്തിലൂടെ ധാരാളം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത മികച്ച അധ്യാപിക. തന്റെ ഓരോ വിദ്യാർത്ഥിക്കും എന്നും പ്രിയപ്പെട്ട അവരുടെ ബീന ടീച്ചർ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരാൾക്കും അവരുടെ വിഷമങ്ങളും പരാതികളും ഒക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി. കോഴിക്കോട് കണ്ട മികച്ച മേയർമാരിൽ ഒരാൾ. അതെ, കോഴിക്കോട്ടെ മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. തന്റെ ബാല്യ യൗവന കാലത്തെ, ഔദ്യോഗിക കാലത്തെ, രാഷ്ട്രീയ കാലത്തെ ഒക്കെ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത്. അവരോടൊപ്പം സിത്താര. ജോലി സമയത്ത് KSTയിലൊക്കെ മെമ്പർ ആയിരുന്നെങ്കിലും അതിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഹയർ സെക്കൻഡറി വന്നു കഴിഞ്ഞപ്പോൾ KSTക്കാർക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ഹയർ സെക്കൻഡറിയോട്. ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു സൗകര്യവും ഇല്ലാത്തൊരു സ്ഥലങ്ങൾ, എന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രിൻസിപ്പളായിട്ട് ഒരാൾക്ക് ചാർജ് കൊടുക്കും. ഒരു പ്ലേസ്മെൻറ്റ് പ്രിൻസിപ്പിൾ 250 രൂപ ആകെ കിട്ടുക. ക്ലർക്കിൻ്റെ പണിയും പ്യൂണിൻ്റെ പണിയും സ്വീപ്പറുടെ പണിയും മാനേജറുടെ പണി എടുക്കണം, ശരിക്ക് ഒരു പ്രിൻസിപ്പളുടെ പണി എടുക്കണം, ടീച്ചറുടെ ജോലി എടുക്കണം. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരു വിഭാഗം സത്യം പറഞ്ഞാൽ കുറവാണ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ ഉള്ള ഒരു ഗവൺമെൻറ് സർവൻസിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മളെ കൊണ്ട് പീഡിപ്പിച്ചിരുന്നു വാസ്തവത്തിൽ. പക്ഷേ മിടുക്കരായിരുന്നു അന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ. ഞങ്ങളൊക്കെ അത് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുക്കം ഞങ്ങളെ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഇല്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സംഘടന ഉണ്ടാക്കി. അതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരോടും എല്ലാവരുടെ അടുത്തും പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അന്നത്തെ K. ജയകുമാർ സർ, അന്ന് അദ്ദേഹമായിരുന്നു DPI ഒക്കെ ആയിട്ട്, അദ്ദേഹം നമ്മളോട് ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം നമ്മളെപ്പോഴും കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ഹയർ സെക്കൻഡറി ചെന്ന സ്കൂളുകളൊക്കെ തന്നെ നന്നാവുകയും ചെയ്തു. ഓണം കയറാൻ മൂലയായി കിടന്ന സ്കൂളുകളിലൊക്കെ ഹയർ സെക്കൻഡറി അധ്യാപകരും ഹയർ സെക്കൻഡറിയിലെ കുട്ടികളും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആഴ്ചവട്ടത്തൊക്കെ ഞാൻ പ്രിൻസിപ്പളായി ചെല്ലുമ്പോൾ ഉണ്ടായ കഥയാണ്. കംപ്ലീറ്റ് മുക്കും മൂല എൻ്റെ മക്കളും എല്ലാം കൂടെ ചേർന്നിട്ട്, ബോയ്സ് അല്ലേ, അപ്പോൾ അടിച്ച് വൃത്തിയാക്കി കിളച്ച് മറിച്ച് സ്കൂൾ തന്നെ ഒന്ന് മാറ്റി ഞങ്ങൾ ചെന്നിട്ട് അങ്ങനെയൊക്കെ എല്ലായിടത്തും സംഭവിച്ചു. ഞങ്ങൾ രാത്രിയും ക്ലാസ് എടുക്കും, ഞങ്ങൾ ഞായറാഴ്ച ക്ലാസ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. അങ്ങനെ അക്കാദമിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ കാണിച്ചൊരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഞങ്ങളോട് ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വന്നപ്പോൾ ഞാനെന്തോ ഒരു ഇടതുപക്ഷം അല്ലാത്തൊരു സംഘടനയിൽ ചേർന്നു എന്നുള്ളത് കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അതൊന്നും പ്രശ്നമായിരുന്നില്ല. കാരണം നീതിയുടെ ന്യായത്തിൻ്റെയും കൂടെ നിൽക്കണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടക യൂണിയൻ ആണെങ്കിൽ, അവരുടെ അങ്ങനത്തെ ഒരു യൂണിയൻ ആണെങ്കിൽ അവരങ്ങനെ തന്നെ നിൽക്കണം. അല്ലാതെ ഈഗോൻ്റെ മുകളിലും അസൂയയുടെ മുകളിലും അല്ലല്ലോ നമ്മുടെ യൂണിയൻ പ്രവർത്തനം. അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത് എല്ലാവരും. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതിഷേധമൊക്കെ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് എനിക്ക് ഇവരോട് എൻ്റെ ഫ്രണ്ട്സായി, ഇതിനകത്ത് 3/4 പേരും എൻ്റെ ഫ്രണ്ട്സും. അവിടെ ഇവർ കൊടുക്കുന്നതിനേക്കാൾ ഏറെ ഇതിൻ്റെ ഏത് പരിപാടി നടന്നാലും ഞാൻ കാശ് കൊടുക്കും. എൻ്റെ അടുത്തത് ഉണ്ടായിട്ടല്ല, എനിക്കത് നിന്ന് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. യൂണിയനുകൾ ഉണ്ടായിരിക്കണം, ഇടതുപക്ഷ യൂണിയനുകൾ ശക്തമായിരിക്കണം, അവരുണ്ടായിരിക്കണം. ഇവിടെ 80% ഞങ്ങളാണെന്ന് അഭിമാനത്തോടെ അവിടുത്തെ അധ്യാപകർ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ സ്കൂളിൻ്റെ 80% പ്രശ്നത്തിൻ്റെയും കാരണക്കാർ നമ്മളല്ലേ എന്ന് ചോദിച്ചു. 80% അധ്യാപകർ KST ആണെങ്കിൽ ഈ സ്കൂളിലെ 80% പ്രശ്നത്തിൻ്റെയും കാരണക്കാർ നമ്മളാണ്. മാഷേ നമുക്കത് മാറ്റണം, അന്ന് ഞാൻ പറഞ്ഞതാണ്, നമുക്കത് മാറ്റണം. ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത് ആഴ്ചവട്ടത്ത്. 1-2 പേർക്കൊക്കെ ഭയങ്കര ഈഗോയും പ്രശ്നങ്ങളും പരിഹാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആഴ്ചവട്ടത്ത് അവിടുത്തെ HM ആവട്ടെ, അവിടുത്തെ അധ്യാപകരായിട്ട് KSTക്കാർ, അവിടുത്തെ അവരും നമ്മളുമൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ശരിക്കും ആ സ്കൂളിനെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് അഭിമാനമുണ്ട് ശരിക്ക്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ധനം എന്നെനിക്ക് ഞാൻ പറയുന്നത് എൻ്റെ അധ്യാപകരുടെ സ്നേഹവും ബഹുമാനമാണ്, എൻ്റെ സഹാധ്യാപകരുടെ. അത് സ്കൂളിൽ അധ്യാപികയായ സമയത്തും ഉണ്ടായിരുന്നു. സീനിയേഴ്സിനൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ജൂനിയേഴ്സിൽ കുറേ പേര് എൻ്റെ ശിഷ്യരെ പോലെ എൻ്റെ പിന്നാലെ നടക്കും. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയും, എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിപ്പിക്കേണ്ടി വരും, കൂടുതൽ അധ്വാനിക്കേണ്ടി വരും, എന്നല്ലാതെ ഒരു ലാഭം ഉണ്ടാവില്ല കേട്ടോ മക്കളെ എന്ന് പറയും. എന്നാലും പ്രശ്നമില്ല. പക്ഷേ B.Ed ഒക്കെ ട്രെയിനീസൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ അതാ നേരത്തെ ചോദിച്ചില്ലേ, ഒരു വ്യത്യസ്തയായ ഒരു അധ്യാപികയാവാൻ കഴിഞ്ഞത് ഒരു പക്ഷേ നല്ലൊരു സ്കൂളിൽ ടീച്ചേഴ്സ് എനിക്കുണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്. കോളേജിലായാലും
പിന്നെ സ്കൂളിലായാലും ആത്മാർത്ഥയോടെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് എനിക്കപ്പോൾ ഒരു ജോലി കിട്ടണം, വീട്ടിലെ വിഷമം കൊണ്ട് ജോലിക്ക് അത്യാവശ്യമായപ്പോൾ മിലിറ്ററി നഴ്സിംഗ് വിളിച്ചു. ഞാൻ അപേക്ഷയൊക്കെ കൊടുക്കാൻ നേരത്തെ ഇവിടുന്ന് സമ്മതിച്ചില്ല ആരും. അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന്, ചെറിയച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രഹസ്യമായിട്ട് മുക്കത്തെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ എന്തോ സർട്ടിഫൈ ചെയ്യണം, അതൊക്കെ ഉണ്ടാക്കി ആരൊക്കെയോ കുട്ടികൾ ഉച്ചയിച്ചുണ്ട് അവരൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഒപ്പിടിപ്പിച്ച് ഞാൻ അപേക്ഷ അയച്ചു. എന്നിട്ട് എനിക്ക് ഇന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കൊച്ചിയിൽ. വീട്ടിലാരും മിലിറ്ററി നേഴ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ റാങ്കൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. അതിന് ചില ഭാഗവും ഞാൻ പൂരിപ്പിച്ചില്ല, എനിക്ക് എന്തോ കഴിഞ്ഞില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണത്. എന്നിട്ട് പോലും എന്നെ അവർ വിളിച്ചു. എന്തായാലും വേണ്ടില്ല. അപ്പം അങ്ങനെ ബാങ്കിൽ ഇതുപോലെ എനിക്ക് ബാങ്ക് പണിയേ ഇഷ്ടമല്ല. ബാങ്ക് ഒരു ഗുമസ്തൻ്റെ പണി, കണ്ടോൻ്റെ കണക്കെഴുതി കാശ് വാങ്ങല്ലേ ഞാൻ വിചാരിച്ചതാണ്. ഇങ്ങനെയുള്ള കുറേ അബദ്ധധാരണ. ഇപ്പോൾ സിനിമയെ പറ്റി പറഞ്ഞ പോലെ മറ്റു ജോലിയെ പറ്റി ഇപ്പോൾ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടിയുള്ള BSc അവസാന സമയത്തൊക്കെ അറിയാമല്ലോ, പ്രാക്ടിക്കൽ 2 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ സംഘടനയുടെ ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺഗ്രസ് സംഘടനയിലുള്ള കുറേ ആൾക്കാരൊന്നും എന്നെ സഹായിച്ചില്ല. സാധാരണ ഈ അറ്റൻഡേഴ്സൊക്കെ സഹായിച്ചു കൊടുക്കും, അതൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് പ്രാക്ടിക്കലിലാണ് എൻ്റെ മാർക്ക് മൊത്തം പോയത്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ 3rd year ഒക്കെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് നടന്നാൽ എങ്ങനെയുണ്ടാവും. അങ്ങനെ ഇറങ്ങി നടന്ന് കുറേ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ടും ഒക്കെ എന്ത് പറയാനാ. അപ്പോൾ ആ മാർക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ 82% ആയിരുന്നു എനിക്ക്, എല്ലാം കൂടെ കൂട്ടിയാൽ. ഏത് കെമിസ്ട്രിയും ഫിസിക്സും മതി, മാത്സ് കൂട്ടൂല അന്ന് മെഡിസിൻ കിട്ടാൻ. ആ 82% പെട്ടെന്ന് 67%ലേക്ക് താണു. അതോടുകൂടി മെഡിസിൻ സ്വപ്നം ഡിം. പക്ഷെ ഇതായിരുന്നു ഈ ഒരു ഫീൽഡാണ്, ഒരു വിഷമവും ഇല്ല. അധ്യാപിക ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമായ ജോലി തീർച്ചയായിട്ടും. ഞാൻ ഇന്നും കരുതുന്നത് എന്താണ്, പുവറസ്റ്റ് ഓഫ് ദ ട്രേഡ് ആട്ടോ. കാശില്ലാത്ത പണിയാണെങ്കിലും നോബ്ലസ്റ്റും കൂടിയാണ്. അപ്പം അത് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അത്രയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർക്കാർ സ്കൂളായതുകൊണ്ടായിരിക്കും സ്വാതന്ത്ര്യമുണ്ട്. റിട്ടയർ ചെയ്തിട്ടൊക്കെ പലരും എൻ്റെ കോളേജ് പ്രിൻസിപ്പളായിട്ട് കാത്തിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ജൂൺ 1 വന്ന് ജോയിൻ ചെയ്തേക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടികളുടെ കോളേജ് പ്രൈവറ്റായിട്ട് അവർ തുടങ്ങി എന്നെ പ്രിൻസിപ്പളായി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാരണം ഒരു പ്രൈവറ്റിൽ പോയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ എനിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്, എനിക്ക് എൻ്റെ അധ്യാപകരുടെ പിന്തുണയുണ്ട്, അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി പാർട്ടികളുടെ പിന്തുണയുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് നമ്മളൊരു പ്രിൻസിപ്പൾ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാവുമ്പോൾ നമുക്കൊരു പക്ഷേ അതിനൊക്കെ വിലങ്ങ് വീഴും. പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതായത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഉന്നമനത്തിനായിട്ട്, എംപവർമെൻറ്റിനായിട്ട് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്ന് പറയാം. അത് തുടങ്ങുന്ന സ്കൂളിൽ നിന്ന് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഈ പെൺകുട്ടികളുടെ തലമുടിയൊക്കെ വൃത്തിയായിട്ട് കെട്ടണം. ഈ പേനൊക്കെ പിള്ളേരെ തലയുടെ പുറകോട്ട് നടക്കും. ഞാൻ പേഞ്ചിപ്പ് വായിച്ചു കൊടുക്കും അറിയാതെ. ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്. ഒരു പീരിയഡ്സൊക്കെ വന്നാൽ എങ്ങനെയാണ് പാഡ്, ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചില കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. 14 മക്കൾ, അച്ഛൻ കിടപ്പ് രോഗിയാണ്. അപ്പോൾ അമ്മമാരെയൊക്കെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഭക്ഷണം തന്നെ ഇല്ല എന്നുള്ളത്. അന്ന് ഇങ്ങനെ കഞ്ഞിയൊന്നും ഇല്ലല്ലോ, ചോറൊന്നും ഇല്ലല്ലോ. ഈ ഹൈസ്കൂളിലെ കുട്ടികൾക്കൊന്നും കിട്ടില്ലല്ലോ, ദാരിദ്ര്യത്തിൻ്റെ കാലമല്ലേ. ഞാൻ കിണ്ണാശ്ശേരി സ്കൂളാണ് പറയണത്. എനിക്ക് അറബി ക്ലാസ്സാണ് കിട്ടുക. 9th B ക്ലാസ് ടീച്ചറാണ് ഞാൻ. ഈ മുള്ള മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, മെലിഞ്ഞു തുടങ്ങിയ ഒരു കുട്ടി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി റിബണൊക്കെ അപ്പം നമ്മൾ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, പല ക്ലാസ്സിലും എൻ്റെ ക്ലാസ്സിൽ ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ അത്രയും ഞാൻ പറയും, നിങ്ങൾ പൈസ പിരിച്ചിട്ട് ഇല്ലാത്ത കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുട്ടികളെ തന്നെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ കേൾക്കും. അവർക്ക് ഇപ്പോൾ ഡിക്ഷണറിയൊക്കെ വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് DC എനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് പുസ്തകം തരും. ഞാൻ പൈസ കൊടുക്കും, കുട്ടികൾ എനിക്ക് കുറേശ്ശെയായിട്ട് കൊണ്ടുത്തരും. അങ്ങനെ ഇവിടുന്ന് വളരെ കുറഞ്ഞ പൈസയ്ക്ക് എൻ്റെ മക്കൾക്ക് പുസ്തകം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് വലിയ കാര്യം, അത്ര അത് വേറെ ആൾക്കാർ കൊടുക്കില്ല. വലിയ ആൾക്കാർ കൊടുക്കുന്ന ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവർ ചെയ്ത എന്നോട്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അവരൊക്കെ എനിക്ക് വേണ്ടി ചെയ്തത്. എൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ DC ബുക്സിൻ്റെ ഒരു വിഭാഗം അവിടെ വരും. എന്തിനാ? എക്സിബിഷൻ കാണിക്കാൻ. അപ്പോൾ ടീച്ചർമാർക്ക് അവർ മാക്സിമം റിഡക്ഷൻ കൊടുക്കും. ടീച്ചേഴ്സിന് ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ പൈസ കിട്ടില്ലേ, അതെല്ലാം അവർ ഇതിന് ചിലവഴിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മളിവിടെ പറയുന്ന ഒരവസ്ഥ. കൂടാതെ ഈ പറഞ്ഞ മാതിരി ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പാഡ് വാങ്ങി എൻ്റെ ഡ്രോയിൽ വെക്കും. അപ്പോൾ കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് പൈസ അവിടെ ഇടുക, എന്നിട്ട് എടുത്തുകൊണ്ട് പോകും. കുറേ പേരൊന്നും പൈസ തരില്ല എന്ന് പറഞ്ഞ കേൾക്കാം, എന്നാലും ഞാനത് വാങ്ങിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ലേഡി ടീച്ചേഴ്സിനും പെൺകുട്ടികൾക്കും ഞാനൊരു അഭയമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ എന്നോട് വന്ന് പറയായിരുന്നു. സ്കൂൾ വിട്ടാലും ഇരുന്ന് കേൾക്കുമായിരുന്നു. മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരതിന് പോവല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്യും. കാരണം അന്ന് അവർ വിചാരിക്കും അധികം പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇല്ലാന്ന്. ആ ദിവസം എനിക്ക് അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ ലീവാണെങ്കിൽ ഞാൻ അവിടെ ഒരു 3 മണിക്കൂറൊക്കെ പഠിപ്പിക്കും.
തിരിച്ചു വരുമ്പോൾ നിലവിളിച്ചുകൊണ്ട് വരും, ഇന്നലെ 3 മണിക്കൂർ പഠിപ്പിച്ചു മിസ്, ഞങ്ങളിങ്ങനെ ലീവ് എടുത്തതാണ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ വൈകുന്നേരം പിന്നെ ഇരുന്ന് പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ അതാ ഇപ്പോൾ ടി വിയിലൊക്കെയുള്ള കുട്ടികളുണ്ട്. അതുപോലെ അവർ ലിറ്ററേച്ചർ എടുത്ത് പോയവരുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് മാത്രമേ സാഹിത്യം പഠിക്കാൻ പോയ കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നിറവോടെയാണ് ഒരു അധ്യാപിക. എന്നാലും പ്രിൻസിപ്പളായപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളെ വേണ്ട പോലെ പഠിപ്പിക്കാൻ പറ്റില്ല. ഈ പണിയൊക്കെ എടുക്കണ്ടേ, അതായിരുന്നു എൻ്റെ ഒറ്റൊരു ഖേദം. ഇത് ഞാൻ വൈകുന്നേരം ക്ലാസ് എടുക്കും, എന്നാലും ശരിക്കും വയ്യാതെയായിരുന്നു. അവസാനമായപ്പോഴേക്കും എനിക്ക് ശബ്ദമില്ലാതായി, എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളായി, കണ്ണിന് നീറലായി. അങ്ങനെ കുറേയേറെ വിഷമങ്ങൾ ഈ ഓവർ സ്ട്രെയിൻ കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അധ്യാപിക എന്നുള്ള നിലയ്ക്ക്, സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ലേഡി ടീച്ചേഴ്സിന് ഞാൻ എപ്പോഴും ഒരു അഭയമായിരുന്നു. അവരെ കണ്ണ് കണ്ടാൽ എനിക്കറിയാം തലേന്ന് അവർ ഉറങ്ങിയിട്ടില്ല എന്ന്. എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇന്നലെ മോന് സുഖം ഉണ്ടായിട്ടില്ല, മിസ് ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. ഞാൻ ഒരു കാര്യം ചെയ്തു, ഒന്ന് വൈകുന്നേരത്തെ പീരീഡ് ഉണ്ട്, ആ 2 പീരീഡ് രാവിലെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് പോയിക്കോ, അങ്ങോട്ട് പറയും. പ്രിൻസിപ്പളായിരുന്ന കാലത്ത് എനിക്ക് നല്ല പ്രിൻസിപ്പൾമാരുണ്ടായിരുന്നു. എൻ്റെ പൊന്നുപോലെ കരുതി മക്കളെപ്പോലെ സ്നേഹിച്ച പ്രിൻസിപ്പൾമാരുണ്ടായിരുന്നു, HMs ഉണ്ടായിരുന്നു. എൻ്റെ അനൂപിനെയും ലക്ഷ്മീനെയും വിളിക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ ബീനനെ വിളിക്കണമെന്ന് പറയുന്ന ഹെഡ് മിസ്സസ്മാരുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ കിടന്നപ്പോൾ ബീന 3 പീരീഡ് പഠിപ്പിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന HMs ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാളെ ശനി ഞായർ ലീവാണല്ലോ എന്ന് അകനാട് ഹയർ സെക്കൻഡറിയിൽ ഞാൻ ഉണ്ടാകുമ്പോൾ അവിടെ HM വന്ന് പറയും, രാമമാഷ് ടീച്ചർ ഒരു കാര്യം ചെയ്തു, ഉച്ചയാവും പൊക്കോ, എന്നാൽ നേരത്തെ ട്രെയിനിന് വീട്ടിലെത്താമല്ലോ. അപ്പം ഇങ്ങനെ എന്നെ സ്നേഹിച്ച എൻ്റെ പ്രധാനാധ്യാപകർ. അപ്പം ഞാനും പ്രധാനാധ്യാപികയായപ്പോൾ എൻ്റെ സ്നേഹങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളോട്, ഞാനത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവരോട് ഞാൻ ഒത്തിരി കരുതലുള്ള ഒരാളായിരുന്നു. അവർക്ക് അതറിയായിരുന്നു അവരോട് കുറേ കരുതലുണ്ടെന്ന്. അങ്ങനെ തുടങ്ങി. അതുകൂടാതെ സ്ത്രീകൾക്കിടയിൽ ക്ലാസ് എടുക്കാൻ പോകാൻ സാധിച്ചിരുന്നു. ഞാൻ ടീച്ചർ ട്രെയിനറായി പോയൊരു കാലമുണ്ടല്ലോ, ഹയർ സെക്കൻഡറിയിൽ വരുന്നതിന് മുൻപ് ടീച്ചർ ട്യൂട്ടറായി പോയിരുന്നു ഇംഗ്ലീഷിന് വേണ്ടി. അപ്പോൾ പല സ്ഥലത്തും ഇതുപോലെ ലേഡി ടീച്ചേഴ്സ് ആയിരിക്കും അധികം. അവർക്ക് ട്രെയിനിങ് കൊടുക്കും. 10 ദിവസത്തെ അവരുടെ ട്രെയിനിങ്ങിനകത്ത് അവരുടെ മുഖത്ത് നിന്ന് നമ്മൾ ഊഹിക്കും അവരുടെ മനസ്സിലെ ദുഃഖം. അപ്പോൾ ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യാതിരിക്കാനും അങ്ങനത്തെ ജീവിതത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് പറയാനും അങ്ങനത്തെ കഥകളൊക്കെ ക്ലാസ്സിൽ കവിതകളൊക്കെ അവതരിപ്പിച്ച് ഞാനവരോട് പറയില്ല, പക്ഷേ അവരുടെ ദുഃഖം എനിക്കറിയാം. പോകുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരയും. നമ്മളെ ഈ 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോകുമ്പോഴും ചില സ്ത്രീകൾ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോകും. ചിലർക്ക് അഭിപ്രായം പറയുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, കണ്ണ് നിറഞ്ഞിട്ടൊക്കെ. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ എവിടെയൊക്കെയോ സ്പർശിക്കാൻ, സ്ത്രീകളുടെ മനസ്സ് സ്പർശിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന്നും തുടരുകയാണ്, ഈ സമയത്തും തുടരുന്നുണ്ട്. പലരും അവരുടെ വേദനയും വിഷമവും അവരുടെ രഹസ്യങ്ങളും ഒക്കെ ആരോടും പങ്കുവയ്ക്കാതെ നമ്മൾ കൊണ്ടു നടക്കും. അത് കുട്ടികളായാലും എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്, അതാണ് നമ്മുടെ ധൈര്യം. ലേഡി ടീച്ചേഴ്സ് മാത്രമല്ല, പുരുഷന്മാരും അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇത്രയും അടുപ്പായിട്ട് ജീവിക്കാനുള്ള, അപ്പോൾ ഇപ്പോഴത്തെ തലമുറേൻ്റെ ഈ അവരുടെ ആ വീക്ഷണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ 2014 റിട്ടയർ ചെയ്തല്ലോ. പിന്നെ ഞാൻ പോയിട്ട് പഠിപ്പിച്ചിരുന്ന സ്കൂളുകളൊക്കെ തന്നെ അവിടുത്തെ കുട്ടികളെല്ലാവരും അവരെല്ലാം ഇങ്ങനെ ഭയങ്കര നല്ല ഈ CBSE സ്കൂൾസിലെ കുട്ടികളാണ്. അവർ കുറച്ചുകൂടി ആസ്പിറൻസ് ആണ്, കുറച്ചുകൂടി വലിയ ആളാണെന്ന് വിചാരമുള്ളവരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാൾ ചെല്ലുമ്പം എനിക്ക് അറിഞ്ഞുകൂടാ ഞാനായതുകൊണ്ടാണോ അവരുടെ സ്കൂളിലത്തെ ചിട്ട കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അവർ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കണ്ട വലിയൊരു പ്രശ്നം, നമ്മുടെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കാത്തവരായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായി. പിന്നെ ഞാനത് പഠിച്ചപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്. അത് വലിയൊരു സ്വാധീനം, നമ്മുടെ ഈ മാധ്യമങ്ങളുടെ സ്വാധീനം, TV-യുടെ വരവ്. നാട്ടിൻപുറത്ത് പേരാമ്പ്രയിലൊരു കുട്ടി എയർ ഹോസ്റ്റസ് ആവണം എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും TV-യുടെ സ്വാധീനമായിരുന്നു. പരസ്യം ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ ഓരോത്തിൻ്റെ. അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള വരവ്, കുട്ടികൾ അതിലൂടെ ഒരു നഗരവും ഗ്രാമവും തമ്മിൽ വ്യത്യാസമില്ലാത്ത മക്കളാക്കി നമ്മളെ മാറ്റിയത് നമ്മുടെ TV-യാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്തൂടെ ധാരാളം ഒത്തിരി പരിപാടികൾ വരാൻ തുടങ്ങി. കേബിൾ TV വന്നു. വിദേശ രാജ്യത്ത് എന്താ നടക്കുന്നതെന്ന് മക്കൾ അറിയാൻ തുടങ്ങി. ആ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ അവർ കണ്ടു. അപ്പോൾ അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടി. നമ്മുടെ കോടതി വിധികൾ, ഞാൻ കാഴ്ചവട്ടം ഹൈസ്കൂളിൽ പഠിപ്പിക്കും, ഒരു അധ്യാപകനെ നിന്ദിച്ചാൽ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ശരിയാണെന്ന് ഹൈക്കോടതി പറയും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് പിന്നീട് എല്ലാ കോടതികളും സൈക്കോളജിയുടെ മറവ് പിടിച്ചുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്താലും അവരുടെ ഭാഗത്തേക്ക് വരികയും അധ്യാപകർ ഒരു അപമാനിതരാകുന്ന അവസ്ഥയുണ്ടായി. അതിനകത്ത് നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് കുട്ടികൾ കുട്ടികളാണെന്നും അവരോട് ക്ഷമിക്കുന്നതിൽ നമുക്കൊരു തെറ്റും തോന്നേണ്ട ആവശ്യമില്ലെന്നും അവരെ ശരിക്കും പഠിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ജഡ്ജ്മെൻറ്റിൽ പോലും അത് പറയുകയും പത്രക്കാർ ആ രീതിയിൽ അധ്യാപകരെ ആ രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യണമായിരുന്നു. പെട്ടെന്ന് അതുപോലെ ഇപ്പോൾ അധ്യാപകരെ പറ്റിയുള്ള കുറ്റമല്ലാതെ നമ്മൾ വേറൊന്നും കേൾക്കുന്നില്ലല്ലോ. ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ബാത്റൂമിൽ കയറുന്നു. ഒരു ടീച്ചർ അത് കണ്ടിട്ട് കുറേ സമയമായിട്ട് ഈ കുട്ടികൾ രണ്ടും പുറത്തു വരുന്നില്ല. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് ചെന്ന് നോക്കി എന്താ അവിടെയെന്ന്. അപ്പോൾ ആ കുട്ടികളെ വിളിച്ച് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ശാസിച്ചു, കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു.
അപ്പോൾ പെൺകുട്ടിയുടെ അമ്മ വന്ന് ചോദിച്ചു, നിങ്ങളോട് പാരന്റ്സ് പോലും അല്ല നിങ്ങളോട് ആരാണ് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്? ക്ലാസ് എടുക്കണം, നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ നോക്കിയാൽ പോരെ, നിങ്ങളെന്തിനാ ഈ ബാത്റൂമിലേക്ക് നോക്കാൻ പോയതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ കാലം മാറുകയാണ്, മനസ്സിലായില്ലേ? അതുപോലെ എൻ്റെ ഒരു പെൺകുട്ടികൾ കുറച്ച് പേര് ആൺകുട്ടികളുടെ കൂടെ തുഷാരഗിരിയിലൊക്കെ അങ്ങോട്ട് പോയി, ഒരു വലിയ കാറൊക്കെ എടുത്തിട്ട്. ഹൈസ്കൂളിലെ കുട്ടികൾ പെൺകുട്ടികൾ, ഹയർ സെക്കൻഡറിയിലെ ആൺകുട്ടികളും. അവസാനത്ത് പിടിച്ചു നാട്ടുകാർ. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരത്തെ എത്തി, അവിടെ കുഴപ്പമാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. എനിക്ക് ആ കുട്ടികളോട് ദേഷ്യമൊന്നുമില്ല സത്യത്തിൽ. എനിക്ക് എൻ്റെ ആ മക്കൾ, അത് ആൺകുട്ടികളോടും ദേഷ്യമില്ല, പെൺകുട്ടികളോടും ദേഷ്യമില്ല. പക്ഷേ എനിക്കത് പറയാമോ? ആ സമൂഹത്തിലൊന്ന് ആലോചിച്ച് നോക്ക്. കള്ളു കുടിച്ച കുട്ടിയെ ഞാൻ പുറത്താക്കിയില്ല എന്നുള്ള കാരണം കൊണ്ട് അവിടുത്തെ ഒരു PTA മെമ്പർ അയാളുടെ മകൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എന്ത് വന്നാലും ആഴ്ചവട്ട സ്കൂളിൽ ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അതിനാണ് കാരണം പറഞ്ഞത്, ഒരു പ്രിൻസിപ്പിള് കള്ളു കുടിച്ച് വന്ന കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പ്രിൻസിപ്പിൾ മുറിക്കുക, തൊളിപ്പിച്ച് വെച്ച് സുവിശേഷം പറഞ്ഞു എന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു ടീച്ചർ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ആ കുട്ടിക്ക് അത്, അല്ലേ? അവന് വിട്ടുകൊടുക്കാതെ, പോലീസിന് കൊടുക്കാതെ, അവൻ്റെ അച്ഛനെയും അമ്മയ്ക്ക് അടിക്കാൻ കൊടുക്കാതെ, അവൻ്റെ പ്രിൻസിപ്പിൾ അവനെ ചേർത്ത് പിടിച്ച് അവന് വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ചായയും മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിടാണ്, എൻ്റെ മോനെ നാളെ നീ കള്ളു കുടിക്കാതെ, നീ എന്തൊരു സുന്ദരനാടാ, നീ ഒരു കോടി മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഷർട്ടൊക്കെ ഇട്ട് ഒരു കുറിയൊക്കെ തൊട്ട് കുളിച്ച് വന്ന് നോക്ക്. നിങ്ങളിതൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ ആകർഷിക്കാനല്ലേ? നീ കള്ളു കുടിച്ച് വരുന്നേക്കാളും പെൺകുട്ടികൾക്ക് നിന്നെ ഇഷ്ടമുണ്ടാവുക, നീ ഇങ്ങനെ സുന്ദരനായിട്ട് വരും. ആ കുട്ടി അതോടുകൂടി നന്നായി മാറി വരിക ചെയ്തു. കുട്ടി അങ്ങനെ വന്നു എന്നുള്ളത് തിരിച്ചായിരുന്നെങ്കിൽ ആ കുട്ടി ആ മോശമായിട്ട് ആ ഫീൽഡിലേക്ക്. നമ്മൾ ഈ പറയുന്നതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവില്ല, നമ്മളുടെ പല ടീച്ചേഴ്സിനും മനസ്സിലാവില്ല. എൻ്റെ ടീച്ചേഴ്സ് അവസാനം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒത്തിരി വിചാരിച്ചു എന്താ ഈ ടീച്ചർ ഇങ്ങനെയെന്ന്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ടീച്ചറുടെ ആ ഒരു സമീപം, അങ്ങനത്തെ ഒരു സമീപനം ശരിയായിരുന്നു എന്ന്. വായനയും അറിവും പക്വതയും പ്രായവും ഇതൊക്കെ നമ്മൾ ശരിക്കും എന്താവും പാകപ്പെടുത്തും എന്ന് പറയില്ലേ? ഈ പാകപ്പെടുത്തൽ ചെറുപ്പക്കാരായവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതെനിക്ക് സാധിച്ചതാണ് എൻ്റെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓൾ ഓവർ ഇന്ത്യ ഞാൻ പോവുകയും അധ്യാപകരോട് പല സംസ്ഥാനങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവരിലൊക്കെ ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ വാട്ട് ഈസ് ലീഡർഷിപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എവറി ടീച്ചർ ഈസ് എ ലീഡർഷിപ്പ് ട്രെയിനർ എന്നാണ് പറയുക. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന വിഷയത്തിനപ്പുറത്തേക്ക് പലതും കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ അവകാശം ഒരുക്കുന്നുണ്ട്, അത് അവരറിയാതെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കുട്ടി സ്വന്തം ജീവിതത്തിൻ്റെ ലീഡറായി മാറണം. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ട്രെയിനറാണ്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ്? പണ്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് കർശനമായി പഠിപ്പിച്ച് അടിച്ച് ചെയ്യിപ്പിക്കുക. ഇപ്പം അതല്ല, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഒരു മാറ്റം വരണം, മനസ്സിലായില്ലേ? അതുപോലെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ് ഇപ്പോൾ ഈവൻ കോർപ്പറേറ്റുകൾ പോലും ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. അവർക്ക് മാറ്റം വരണം. അതിനവരെ അടിച്ച് പണിയെടുപ്പിക്കുക, അടിമകളെ പോലെ ആക്കുക, മറ്റൊന്നും ചിന്തിപ്പിക്കാതിരിക്കുക എന്നല്ല. ഇപ്പം MBAക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊരു ഫ്രേസ് നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊരു വാക്ക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ലോകം വളരെ വേഗത്തിൽ മാറുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ പരുവപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ ഈ കുട്ടികൾ ഇന്ന്, എൻ്റെ ചോദ്യം എവിടെയാണ്, ഇന്ന് കുട്ടികൾ ഇങ്ങനെ ആവുന്നെങ്കിൽ അതിൻ്റെ കാരണം അധ്യാപകരെ പാകപ്പെടുത്തുന്നതിൽ നമ്മളെവിടെയോ പരാജയപ്പെട്ടു. അപ്പോൾ ഈ ടീച്ചർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് വിടലല്ല. അത്ര ആൾക്കാരെ കൊണ്ടുവന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അങ്ങനെ മനസ്സ് മാറ്റി കൊണ്ടുവരാനുള്ള ടീച്ചർ ട്രെയിനിങ് ഉണ്ടാവണം. കേരള ഗവൺമെൻറ് കുറേയേറെ അങ്ങനത്തെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. SCRT ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ പലപ്പോഴും തലപ്പത്ത് നമ്മൾ ഇരുത്തുന്നത് വളരെ പ്രായമുള്ള ആൾക്കാരെയാണ്. അവർക്കത് അതല്ല, അത് നമ്മൾ ശീലിച്ചു പോകുന്നൊരു കാര്യം. നമ്മൾ വായ കൊണ്ട് പറഞ്ഞാലും ഒരു പക്ഷേ അത് എനിക്ക് പോലും പെട്ടെന്ന് മാറാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും ഒരുമിച്ചിരുത്തി അവരെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും നമ്മൾ വിളിക്കണം ട്രെയിനിങ്ങിന്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോർപ്പറേറ്റ് ട്രെയിനേഴ്സൊക്കെ പ്രായമായവരും ഉണ്ട്, അതേപോലെ തന്നെ ചെറുപ്പക്കാരും ഉണ്ട് ഇപ്പം. അപ്പം അങ്ങനെ ടീച്ചർമാരുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാവണം, സമൂഹത്തിൻ്റെ ഇടയിൽ മാറ്റം ഉണ്ടാവണം. ടീച്ചർ ഒന്ന് പറയും, അച്ഛനും അമ്മയും വേറൊന്ന് പറയും. ടീച്ചർ പറയും കാണാപ്പാടം പഠിക്കേണ്ട, മോൻ ഇങ്ങനെ രീതിയിലാണ് പഠിക്കേണ്ടത്. അച്ഛനും അമ്മയും പറയും കാണാപ്പാടം പഠിക്കണം, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കാണാതെ പഠിക്കണം, എൻ്റെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ. ഈ തലമുറകളുടെ വിടവ് എന്ന് പറയില്ലേ, അത് അധ്യാപകർ ഇപ്പോൾ ട്രെയിനിങ് കിട്ടി പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. കാരണം അവർ പഠിച്ച കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അവരുടെ കാലത്ത് പഠിച്ച അധ്യാപകരാണ് ഇവരും. പക്ഷേ ഇവർക്ക് ഈ സൈക്കോളജിക്കലായുള്ള ട്രെയിനിങ് കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമുള്ള മാറ്റം രക്ഷകർത്താക്കൾ വരുന്നില്ല. അപ്പോൾ അവരുടെ മീറ്റിംഗ് വളരെ പ്രധാനമാണ് ഒരു സ്കൂളിൽ.
ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 3 കാലാണ് അതിന്. 2 കാലുമേൽ നിൽക്കാൻ പറ്റില്ല. ഒരു കാല് കുട്ടി തന്നെയാണ്, മറ്റൊരു കാലം ശരിക്കും പറയുകയാണെങ്കിൽ അധ്യാപകരും സ്കൂളുമാണ്, പുസ്തകം, സിലബസ് ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലം. 3ാമത്തെ കാലാണ് വീട്, സമൂഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 3-1 അപ്സെറ്റ് ആയാൽ മുക്കാലിക്ക് നിൽക്കാൻ പറ്റില്ല. 4 കാലിലൊരു സാധനത്ത് കഷ്ടിയെങ്കിലും നിൽക്കാൻ പറ്റും, കുട്ടിക്ക് അതങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ആയെങ്കിൽ അതിന് ഈ മാധ്യമങ്ങളുടെ സ്വാധീനം കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അധ്യാപകരോട് ഒരു ബഹുമാനം ഇല്ലാതെ അധ്യാപകർ അങ്ങനെ ചെയ്യുമ്പോൾ അധ്യാപകൻ ചെയ്യുന്നതൊക്കെ തെറ്റ്. പിന്നെ നുണ, സത്യാനന്തര കാലമല്ലേ, വല്ലാതെ നുണ പറയുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ ഉണ്ട്. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചിട്ട് അധ്യാപകനെ അത് വിഷമിപ്പിക്കുമല്ലോ. ആ നല്ല അധ്യാപകനെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ ആ അധ്യാപകൻ അതോടുകൂടി മരിച്ചു പോയില്ലേ. അധ്യാപകർ പഠിപ്പിക്കുന്നത് തലച്ചോറ് കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും കൂടിയാണ്. അതിനകത്തൊരു ഇമോഷണൽ എലിമെൻ്റ് ഇല്ലേ, ഉണ്ട്. ആ ഇമോഷണൽ എലിമെൻറ്റിനെയാണ്, ആ വൈകാരികതയെ അല്ലെങ്കിൽ ആ സ്നേഹത്തെ, ആത്മാർത്ഥതയെ, അതിനെയൊക്കെ നമ്മളിങ്ങനെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറുകയാണ്, നിർദാക്ഷിണ്യം. ഈ മനുഷ്യൻ ഇനിയും പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഈ ടീച്ചർ ഇനിയും പഠിപ്പിക്കേണ്ടവരാണ് എന്നൊരു ദയ പോലും ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ആ ബഹുമാനം ഉണ്ടെങ്കിൽ ഇപ്പം ആ ബഹുമാനം ഇല്ല. അപ്പോൾ ടീച്ചർ വെറും ഒരു ഫെസിലിറ്റേറ്റർ എന്നൊരു വാക്കുണ്ട്, അവർ മാത്രമായി മാറുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെ കുട്ടികളെല്ലാ കാര്യത്തിലും ഇടപെടാനും അവരെ ശിക്ഷിക്കാനും സ്നേഹിക്കാനും, ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല, അച്ഛനെ അമ്മയോട് പോലും പറയാത്ത രഹസ്യം ടീച്ചറോട് പറഞ്ഞ് അച്ഛനെ അമ്മയെ അറിയിക്കാതെ നടക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ആ ടീച്ചറെ കീഴിലായിപ്പോയി, അപ്പോഴേക്കും കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലായി. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്, ആ അങ്ങനെയുള്ള ലീഡർഷിപ്പിലേക്ക് നമ്മുടെ അധ്യാപകരും കൂടി വരും. കുട്ടികളുടെ ഇപ്പോൾ ഈ ജീവിത വീക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സ്വന്തം കുട്ടികളെ ഇങ്ങനെ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരായി വളർത്തിയെടുക്കാൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? സിത്താരെ, തുറന്നു പറയുന്നതിന് വിഷമം തോന്നരുത്. എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് ആര് പറഞ്ഞു തന്നാണെന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ എൻ്റെ അമ്മായിയമ്മയാവും. അമ്മായിയമ്മ എന്നോട് പറയായിരുന്നു, ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് മരുന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒരു രോഗി മരിച്ച ആൾക്കാർ പിന്നെ അയാളെടുത്ത് പോവില്ല കഴിയുന്നത്ര, അല്ലേ? ഒരു എഞ്ചിനീയർ ഒരു പാലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ ആ എഞ്ചിനീയറെ പിന്നെ വേറൊരാൾ വിളിക്കില്ല, അയാൾക്ക് പണി അറിയില്ല എന്ന് പറയും. പക്ഷേ ടീച്ചറെടുത്ത് അയക്കുന്ന കുട്ടികൾ അങ്ങനെയല്ല മോളെ. അന്നത്തെ അമ്മ 5 വയസ്സിലെ കുട്ടികൾ ചേർന്ന കാലത്ത് പഠിപ്പിച്ച ആളാണല്ലോ. 5 വയസ്സിൽ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ അവരുടെ തലച്ചോറിനോടും അവരുടെ മനസ്സിനോടും ഒക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പുറത്തൊരാൾക്കും മനസ്സിലാവില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ 5 വയസ്സിൽ കളിമണ്ണ് പോലെയുള്ള ഒരു തലയും കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നത്. അത് 15 വയസ്സിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെയാണ് അത് പോകുന്നത്. അതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരിക ദൈവത്തോടാണ് എന്നാണ് എനിക്ക് മദറിലോ എന്ന് പറയാൻ പോലും ഇഷ്ടമില്ല മോളെ. അത് അത്ര നല്ല, എനിക്ക് അമ്മ എന്ന് പറയാൻ ഇഷ്ടമുള്ളൂ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മേനെ. അവർ നല്ലൊരു ടീച്ചറായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി അവരെന്തോ ഒരു കാര്യങ്ങൾ വെട്ടിവെച്ച് സൂക്ഷിക്കുന്നറിയോ. ഞാനത് കൊണ്ടുപോയി എൻ്റെ മക്കളെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെന്ന് ഞാൻ പറയുന്നത് എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികളെയാണ്. നീ എൻ്റെ മക്കളെ പറ്റി ചോദിച്ചില്ലേ, എനിക്ക് മൂത്തതൊരു മോളാണ്, മഞ്ജുള സുകുമാരി നൂണാണ് അവള്. സുകുമാരി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മ, അതരാണ് സുകുമാരി. അരവിന്ദ് പോൾ നൂണാണ് മകൻ. സർ അരബിന്ദോനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പേരിട്ടത്. എൻ്റെ ഹസ്ബൻഡ് അവൻ അരവിന്ദ് സ്റ്റാലിൻ നൂൺ എന്നിടാനാണ് വിചാരിച്ചത്. വീട്ടുകാരെല്ലാം കൂടി എന്നിട്ട് വേണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാത്ത അവസ്ഥയാവും. അപ്പോൾ ഡീ സ്റ്റാലിനൈസേഷൻ്റെ കാലമായത് കൊണ്ടായിരിക്കണം സ്റ്റാലിൻ എന്നുള്ള പേരിന് അവിടെ ആർക്കും ഉണ്ടായില്ല. അപ്പോൾ അരബിന്ദോനോടുള്ള സ്നേഹാർത്ഥം അരവിന്ദ് എന്നിട്ടു. പിന്നെ അരവിന്ദ് പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ 2 മക്കൾക്കും ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അച്ഛൻ്റെയും മിഡിൽ നെയിമും നൂൺ എന്നത് അവരുടെ സർനെയിമാണ്. അങ്ങനെയാണ് ആ പേര് വന്നത്. മോൾ ഈ നൂൺ എന്ത് ജാതിയാണെന്ന് ആർക്കും അറിയില്ല. മഞ്ജുള എന്ന് പറയുന്നത് എമ്മിൽ തുടങ്ങുന്ന ഒരു പേരായിക്കോട്ടെ വെച്ചിട്ട് ഏട്ടൻ്റെ മോനിട്ടതാണ്. മോഹൻ, മിനി, മനോഹർ, അപ്പോൾ ഇവള് മഞ്ജുള. അങ്ങനെ ഒരു പേര് വന്നു എന്ന് മാത്രം. ഒരു നോവൽ ഉണ്ടല്ലോ മഞ്ജുള എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അങ്ങനെയാണ് മക്കൾക്ക് ആ പേരിട്ടത്. മൂത്തത് പെൺകുട്ടിയായിരുന്നു. എനിക്കതിലൊരു തമാശ പറയാനുണ്ട് വ്യക്തിപരമായിട്ട്. 3 ആമക്കളിലെ ഇളയ ആളായി ജനിച്ച എൻ്റെ ഭർത്താവിന് ഒരു പെൺകുട്ടി ആദ്യം ഉണ്ടായത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചിരിക്കുന്നില്ല ഈ കുട്ടി ഉണ്ടായിട്ട്. ആകെ ഒരു സങ്കടം, കുട്ടിയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ അത്ര സങ്കടം. അപ്പം ഞാൻ ചോദിച്ചു, ഏട്ടാന്നാണ് വിളിക്കുക, ഏട്ടൻ എന്താ മോളെ നോക്കാത്തത്? മൂപ്പര് ഇങ്ങനെ ഇഷ്ടമില്ലാതെ പോയി. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, വക്കീലന്മാരൊക്കെ അവർക്ക് ലഡ്ഡു വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കൈപ്പക്കയുടെ ലഡ്ഡു ഉണ്ടാക്കി തരുന്നത് പെൺകുട്ടി ആയതുകൊണ്ട്. അതെന്നെ നമ്മുടെ ആദ്യത്തെ പ്രസവം അതാ പറഞ്ഞത്, 26 വയസ്സ്. അപ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖമായിരുന്നു എനിക്കത്. കാരണം ഈ നമ്മൾ കണ്ണിൽ അഞ്ഞനക്കല്ല് എഴുതുമല്ലോ മുലപ്പാലിൽ, അഞ്ഞനക്കല്ല് എഴുതുന്നത് കണ്ണ് തെളിയാനാണെന്ന് പറയും.
എൻ്റെ കണ്ണ് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ ചെറിയമ്മ കരയുമായിരുന്നു. എന്താ മോളെ നിൻ്റെ മനസ്സിലെ വിഷമം, നിൻ്റെ കണ്ണ് തെളിയുന്നില്ലല്ലോ, നിൻ്റെ മനസ്സിൽ എന്താന്ന്. ഒടുക്കം ഞാൻ ഇങ്ങനെ പറഞ്ഞു, പെൺകുട്ടി ആയതുകൊണ്ട് ഏട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കുഞ്ഞുമ്മേ, അത് വിഷമം, അതുകൊണ്ട് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല കുട്ടീനെ. ആ മോളെ ഞാൻ പ്രസവിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കിടന്നിട്ടുണ്ടായിരുന്നു. ചെറിയമ്മയും അമ്മാവൻ്റെ ഭാര്യ കൂടിയാൽ നോക്കി, അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അപ്പോൾ കാണാൻ വരുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ട്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ, എനിക്ക് തോന്നുന്നു എൻ്റെ മോനേക്കാളേറെ സ്നേഹിച്ചു. അവളെക്കുറിച്ച് എനിക്ക് അത്രയും കരുതലായിരുന്നു. അതാണ് എൻ്റെ മോള്. ഇപ്പൊ പിന്നെ സ്നേഹമാണ്, ഭയങ്കര കാര്യമാണ് അച്ഛന് മോളെ. അതെ, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏട്ടന്മാർക്കൊക്കെ മൂത്ത ആൺകുട്ടി, രണ്ടാമത് പെൺകുട്ടി, അപ്പൊ എനിക്ക് മാത്രം. ഇങ്ങനെയൊക്കെ കാണുന്ന മനുഷ്യരെ എത്ര വായിച്ചിട്ടെന്താ ഇത്ര, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഇത്ര വലിയ വായനക്കാരും മഹാനും ഒക്കെ ആയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് വലിയൊരു ബഹുമാനമാണ് എനിക്ക് അദ്ദേഹത്തോടെ. എന്നാലും ഈ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര, പിന്നെ അന്ന് നമുക്ക് അത്രയല്ലേ പ്രായമുള്ളൂ, വിവാഹം കഴിഞ്ഞ് വരുന്നു, ആദ്യത്തെ കുട്ടി, അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൺകുട്ടിയായതും എന്തൊരു സന്തോഷമായിരുന്നു. എഴുതിയമ്മയാണ് ഗൈനക്കോളജിസ്റ്റ് കേട്ടോ, ചേച്ചിയാണ് പ്രസവം എടുക്കണത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബീനെ ഞാൻ നുണ പറയാൻ പോവാ, വിക്ടറോട് ഇത് പെൺകുട്ടിയാന്ന്. പുറത്ത് നിൽക്കുന്നുണ്ട് മൂപ്പരും, എൻ്റെ ചെറിയച്ഛനും പുറത്തുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞു എന്ന്, ആൺകുട്ടിയാ, കരച്ചിൽ കേട്ടാ അറിയാം, ശക്തി കൂടുമല്ലോ. അപ്പോഴേക്കും പക്ഷേ മൂപ്പര് പ്രിപ്പയർഡ് ആയിരുന്നു. രണ്ടാമത് ഞാനപ്പോൾ ചോദിച്ചിരുന്നു, രണ്ടാമതൊരു കുട്ടി പെൺകുട്ടിയായ വിഷമം ഉണ്ടാവോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ വിഷമം ഇങ്ങനെയാന്ന്. പിന്നെ ഭയങ്കര കാര്യമായിരുന്നു മോളെ. അപ്പോൾ ഞാൻ പറയാ, അത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കേൾക്കാനും വേണ്ടി കൂടി പറയാണ്. അപ്പോൾ മറ്റുള്ള വേറെയുള്ളവർക്കാണെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരും അല്ലേ. ഇപ്പം അത് വലിയൊരു കോമൺ ആയി കാണുന്ന കാര്യം കേട്ടോ. മക്കൾ അങ്ങനെ രണ്ടുപേര്, മഞ്ജുളയും അരവിന്ദും. അപ്പം മോള് എന്താ പറയുക, കുറച്ച് ഷൈ ആയിരുന്നു. മോൻ ഭൂലോക വികൃതിയായിരുന്നു. പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു അവൻ. പ്രത്യേകിച്ച് അവന് കലയോടൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി നമ്മൾ പറയില്ലേ, അമ്മയുടെ പാരമ്പര്യം. മോള് കുറച്ചും കൂടി എനിക്ക് തോന്നും പറഞ്ഞ പോലെ അവള് നന്നായിട്ട് വായിക്കുകയും ഭാഷ എടുത്ത് ഉപയോഗിക്കാനുള്ള അവരുടെ ഒരു കഴിവ് കാണണം. ടപ്പെന്ന് വരും ആ മറുപടി, അച്ഛനെ കഴിവാണ് അത് വേഗം വരും. പക്ഷേ മോൻ അങ്ങനെയായിരുന്നില്ല. അവൻ പാട്ട് കേൾക്കാന്ന് വെച്ചാൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കേൾക്കും. ആശാ ഭോൺസ്ലെയും ഹേമന്തകുമാറും കൂടിയുള്ള ആ ഒരു കാസറ്റുണ്ട് സോണിയുടെ, 2 സൈഡ് ഓടിയ 1 മണിക്കൂറാണ്. അത് മൊത്തം നീ കുട്ടി കേൾക്കും. അങ്ങനെയായിരുന്നു, പാട്ടിനോട് ഭ്രാന്തായിരുന്നു അവന്. അങ്ങനെ അവന് വേണ്ടി ഞങ്ങൾ ഒരു ട്രിഡന്റിന്റെ സാധനവും ഒരു ഡെക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ, അവന് പാട്ട് കേൾക്കാൻ. പാട്ട് പാടും. പാട്ടൊക്കെ പാടുവാൻ. അതൊന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ വായനയെക്കുറിച്ചുള്ള ചർച്ചയും തിരക്കുകളും എന്നും വിരുന്നുകാരും എപ്പോഴും പറഞ്ഞ പോലെ ഓരോ ഉപദേശത്തിനും ഓരോ സഹായത്തിനും വരുന്ന ആൾക്കാർ. സാമ്പത്തികമായിട്ടല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ള സഹായത്തിന്. അങ്ങനെ നമ്മുടെ വീടൊരു വലിയ എന്താ പറയാ, നമ്മൾ ഹെയ്വൻ എന്നൊരു വാക്കുണ്ടല്ലോ, എല്ലാവരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു പുതിയറയുള്ള നമ്മളെ വീട് ശരിക്കും പറയുകയാണെങ്കിൽ. കോഴിക്കോട് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തന്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കയ്യൊപ്പിൽ. അവരോടൊപ്പം സിത്താര. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ കേൾക്കാം. കയ്യൊപ്പ്.